ബിന്ദു അമ്മ പത്തനംതിട്ടയിലിപ്പം ഏട്ടന്റെ വൈഫായിട്ട് ചെയ്യുന്നത് ബിന്ദു അമ്മയാണ്. അത് ഞാൻ വന്ന് ചേച്ചി ഉണ്ട് ആ സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോ 8,000 രൂപയാന്ന് തോന്നുന്നു അമ്മ എനിക്ക് ബിന്ദുമ്മ എനിക്ക് തന്നത്. കൊടുക്കാൻ പോലും എനിക്ക് പറ്റില്ല. 2,000 അങ്ങനെ ഞാൻ ചില്ലറാക്കിയത് പെൻഡിങ് വെച്ചിട്ടാണ് അന്ന് ഞാൻ കൊടുത്തു തീർത്തത്. എനിക്ക് ഞങ്ങള് പത്രമാറ്റ് ഓഫ് ഷൂട്ട് ടൈം ഉണ്ടല്ലോ, അപ്പോൾ കൂടുതലും പറയുമ്പോൾ ഞാനൊരു മൂത്ത മകനെ പോലെ, കാരണം ബിന്ദുമ്മയുടെ മകനേക്കാളും 1 വയസ്സ് വ്യത്യാസമാണ് എനിക്കുള്ളത്. ഞാൻ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ രാവിലെ അമ്മ എന്ന് വിളിച്ച് ഞാൻ പോയില്ല എന്നുണ്ടെങ്കിൽ ദേഷ്യം വരും. ഓ നീ നേരത്തെ വേറെ എവിടെയോ പോയോ എന്ന് പറഞ്ഞ് അങ്ങനെ ദേഷ്യം കാണിക്കുന്ന കൊച്ചുകുട്ടികളുടെ സ്വഭാവം. എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, കൃഷ്ണ അവരിങ്ങനെ പറ്റിച്ചു, കൃഷ്ണ ഇവരിങ്ങനെ പറ്റിച്ചു. ഇങ്ങനെ പറയുമ്പോ ആ പറയുന്ന ഒരാളുടെ വായിന്ന് അവൾ പാവമാണ്, അവൾക്ക് നല്ലൊരു ജീവിതം കൊടുക്കണം എന്ന് ദിവ്യയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അമ്മ എന്നോട് പറയുന്ന പോലെ അല്ലേ ഞാൻ കാണും. തീർച്ചയായിട്ടും. അപ്പൊ അത് അത്രത്തോളം വിശ്വാസവും സ്നേഹവും ഉള്ളത് കൊണ്ടാണ്. അന്ന് നമുക്ക് പെൻഡിങ് ആവുമല്ലോ, പൈസ നമുക്ക് പേയ്മെന്റ് ഒക്കെ കിട്ടാൻ ലേറ്റ് ആവും, അങ്ങനത്തെ സിറ്റുവേഷൻ ആയിരുന്നു ആ സെറ്റില് അല്ലെ. അപ്പോഴാണ് എനിക്ക് ടെൻഷൻ ഇങ്ങനെ, അപ്പോഴാണ് ബിന്ദു എനിക്ക് തന്നത് ആ പൈസ. ഒരിക്കലും ഞാൻ മറക്കൂല അത്.